സത്യസന്ധതയുടെ കാര്യം പറഞ്ഞു. സത്യസന്ധത നിങ്ങൾ ജീവിതത്തിലുടനീളം പുലർത്തുന്നതാണ് നല്ലത്. പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതത്തിലുടനീളം സത്യസന്ധത പുലർത്തുന്നവരെ പോലെ ആയിരിക്കാനും ശ്രദ്ധിക്കുക. ജീവിതത്തിലുടനീളം ചിലപ്പോൾ സത്യസന്ധത പുലർത്താൻ കഴിയില്ല കേട്ടോ, എന്നെ കൊണ്ടൊന്നും കഴിയില്ല. നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷേ സത്യസന്ധത പുലർത്തിയില്ലെങ്കിൽ സത്യസന്ധത പുലർത്തുന്നവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക. ഭയങ്കര രസമാണത്. രണ്ടാമത്തെ പോയിന്റ് ഒബ്ജക്റ്റിവിറ്റിയാണ്. വസ്തുനിഷ്ഠത എന്ന് മലയാളത്തിൽ പറയും. വസ്തുനിഷ്ഠത അഥവാ ഒബ്ജക്റ്റിവിറ്റി, രണ്ടാമത്തെ കാര്യം. എന്താണ് വസ്തുനിഷ്ഠത? അതായത് ഈ നമ്മൾ ഗവേഷണം, ചിലരൊക്കെ ഗവേഷണം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ എൻഡ് റിസൾട്ട്, അന്തിമ ഫലം കൂടി മനസ്സിലുണ്ടാവും. ഞാൻ എത്തിച്ചേരുന്നത് ഈ സ്റ്റേഷനിലാണ്, ഈ ബസ് സ്റ്റോപ്പിലാണ് ഞാൻ എത്തിച്ചേരുന്നത് എന്ന് ആദ്യമേ പ്ലാൻ ചെയ്തിട്ടാണ് പലരും ഗവേഷണം തുടങ്ങുക, ആരംഭിക്കുക. അത് ശരിയല്ല. അത് വസ്തുനിഷ്ഠമല്ല, അത് സബ്ജക്റ്റീവാണ്, അത് വ്യക്തിനിഷ്ഠമാണ്. അങ്ങനെ ഗവേഷണത്തിൽ ചെയ്യരുത്. ഗവേഷണത്തിൽ എപ്പോഴും വസ്തുനിഷ്ഠമായി ഒബ്ജക്റ്റീവായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ ഗവേഷണം തുടങ്ങുമ്പോൾ തന്നെ ഇതിങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എത്തിച്ചേ പറ്റൂ, വേറൊരു മാർഗവുമില്ല. ഇപ്പം ചെറുശ്ശേരിയാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നതാണ് എൻ്റെ ഗവേഷണ വിഷയം എന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും ചെറുശ്ശേരിയെ മലയാള ഭാഷയുടെ പിതാവ് ആക്കിയില്ലെങ്കിൽ പൊളിഞ്ഞു. എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്. കുറേ നാളായില്ലേ, ഇനിയിപ്പോൾ വേണ്ട, കുറേ നാളായി എഴുത്തച്ഛൻ, കുറേ നാളായി, ഇനിയെങ്കിലും ഒന്ന് മാറ്റണം. ചെറുശ്ശേരി എന്തല്ല കവിയാ, നല്ല താരാട്ടല്ലേ എഴുതി വെച്ചേക്കുന്നത്. ഓനെന്താ കുറച്ചാലും പിന്നെ മലയാള ഭാഷയുടെ പിതാവായാൽ? അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഗവേഷണത്തിന് പുറപ്പെടുന്നതെങ്കിൽ അത് ശരിയല്ല. എന്ത് വില കൊടുത്തും തെളിയിക്കുക, എന്ത് വില കൊടുത്തും അവിടെ തന്നെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന അർത്ഥത്തിലാണ് ആ കാര്യം പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം എളുപ്പമുള്ള കാര്യമാണ്, ആത്മാർത്ഥത, ഇൻറ്റഗ്രിറ്റി. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കുമല്ലോ, ആത്മാർത്ഥത ഉണ്ടായിരിക്കുമല്ലോ. നമ്മളെല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ടാണല്ലോ ചെയ്യുകയും പറയുകയും എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ബോബി ജോസ് അച്ഛൻ്റെ ഹൃദയവയൽ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, ആരെങ്കിലും വായിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഹൃദയവയൽ, ഈ പുസ്തകത്തിനകത്ത് ഉള്ളൊരു കഥ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരികയാണ് കേട്ടോ. ഇതിനോട് ചേർത്ത് വായിക്കാൻ പറ്റിയാണ്, ഈ ഇൻറ്റഗ്രിറ്റിയോട് ചേർത്ത് വായിക്കാൻ പറ്റിയ ഒരു സംഗതിയായിട്ട് തോന്നിയത്. ഒരു കാമുകിക്കൊരു കത്ത് എഴുതി. പക്ഷേ ടീച്ചറൊക്കെ വായിച്ചിട്ടുണ്ടോ ഹൃദയവയലിനകത്ത്? കാമുകി കത്തെഴുതിയത് ഇങ്ങനെയാണ്, ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഭയങ്കര രസമുള്ള കത്താണ്. നീ 7 ആകാശത്തിൻ്റെ മേളിൽ പോയിരുന്നാൽ ഞാൻ അവിടെ എത്തും നിന്നെ കാണാൻ. 7 കടലിൻ്റെ അടിയിലാണ് നീ പോയിരിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ എത്തും. ഞാൻ മുങ്ങാങ്കുഴിയിട്ട് അവിടെ എത്തും നിന്നെ കാണാൻ. നീ 7 ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്താണെങ്കിൽ ഞാൻ പറന്നവിടെ എത്തും നിന്നെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കത്ത്. അത് വായിച്ചാൽ ഏത് കാമുകിയും തരളിത ഹൃദയമാകും. അങ്ങനത്തെ കത്താണ്. കത്തെല്ലാം എഴുതിയിട്ട് അവസാനം NB ഇട്ടിട്ടൊരു സാധനം, പിന്നെ ഞായറാഴ്ച മഴയാണെങ്കിൽ ഞാൻ പള്ളി വരത്തില്ല കേട്ടോ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. 7 ആകാശം കടന്ന് പോകാൻ കുഴപ്പമൊന്നുമില്ല, 7 കടലിൻ്റെ അടിയിൽ പോകും, 7 ഭൂഖണ്ഡത്തിനപ്പുറത്ത് പോകും. പക്ഷേ ഞായറാഴ്ച മഴയാണെന്നുണ്ടെങ്കിൽ പള്ളി വരത്തില്ല, അടുത്ത ആഴ്ച നമുക്ക് കാണാം. ഒരു മഴ കൊള്ളാൻ നനയാൻ പറ്റാത്ത കാമുകനാണ് ഈ 7 ആകാശത്തിൻ്റെ അപ്പുറത്ത് പോകുന്നത് എന്നുള്ള ഒരു തമാശ പെട്ടെന്ന് പുറത്തുനിന്നേ ഉള്ളൂ. അപ്പം നമ്മൾ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥതയുടെ മറ്റേ അങ്ങേറ്റത്തെ സംഭവമാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനെ കണ്ടാൽ മതി. അടുത്ത ഇതിൻ്റെ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് പോകുന്നത് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് സൂക്ഷ്മതയാണ്, കെയർഫുൾനെസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. സൂക്ഷ്മത, കെയർഫുൾനെസ്. നമ്മൾ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില കൊടുക്കേണ്ടി വരുന്ന ഒരു സംഗതിയാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്, കെയർഫുൾനെസ്. കാരണം എന്താണെന്നറിയാമോ, ഇത് ഈ ആവശ്യമില്ലാതെ ഈ ശോധഗംഗയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ ഏതെങ്കിലുമൊക്കെ വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരുത്തൻ ശോധഗംഗയും തോണ്ടി എടുത്തോണ്ട് വരുന്നത്. ഇതിനകത്ത് ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്. ഈ കുറച്ചു കാലം മുമ്പുണ്ടായ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ചില കവിതകളുടെ പേരിലൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനേക്കാളൊക്കെ ഭീകരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ പഴയ ഒരു കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിയുടെ തീസിസ് അടപടലെ അടിച്ചു മാറ്റി സൂക്ഷ്മത കുറവ് കാണിച്ചതിൻ്റെ മാതൃകയായി എന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. മൊത്തം അടിച്ചു മാറ്റിയിട്ടാണ്. സൂക്ഷ്മത കുറവുണ്ടായത് അങ്ങനെയാണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ
ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറിൻ്റെ ഒരു ലേഖനം അതേപോലെ അത് ടൈറ്റിൽ പോലും മാറ്റാതെ ഒരാൾ മോഷ്ടിക്കുകയും, ഞാൻ അവിടെ വരെ എത്തിയില്ല, ഒരാൾ മോഷ്ടിക്കുകയും ആ ആൾ അവിടെ രജിസ്ട്രാറുടെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുകയും അദ്ദേഹത്തെ അവിടെ രജിസ്ട്രാറായി നിയമിക്കുകയും ചെയ്തു. ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മറ്റോ ആണെന്ന് തോന്നുന്നു, കുറച്ച് PhD പിള്ളേർ അത് കുത്തിപ്പൊക്കി. വല്ല കാര്യമുണ്ടോ? ഒരു ലേഖനം, ഒരു സിംഗിൾ ലേഖനം, അതൊരു ഇൻ്റർനാഷണൽ ജേണലിലാണ് വന്നത്. അതാണ് ഏറ്റവും വലിയ തമാശ. ഒരു സിംഗിൾ ജേണലിൻ്റെ പേരിൽ പുള്ളിനെ അവിടെ ഇട്ടേച്ച് പോയി. എന്ത് ദയനീയമായ അവസ്ഥയാണല്ലേ. സോ ഡാർക്ക്. എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എഡ്യൂക്കേഷനിലൊരു എൻ്റെ ഒരു സുഹൃത്താണ്. ഇക്കാലത്തും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു, ഗൈഡിൻ്റെ പേരും കൂടെ വെച്ച് പേപ്പർ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇപ്പോൾ വീണ്ടും അത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സാഹിത്യ ലോകമൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ ഗൈഡിൻ്റെ പേരൂടെ കാണുന്നുണ്ട്. ഗൈഡുമാരെല്ലാം ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അന്ന് എഡ്യൂക്കേഷനിലെ ഒരു ആർട്ടിക്കിൾ ഗൈഡിൻ്റെ പേരും കൂടെ വെച്ചിട്ട് ഒരു വിദേശ സർവകലാശാലയുടെ ഒരു ജേണലിലേക്ക് അയച്ചു കൊടുത്തു. പിടിക്കപ്പെട്ടു. പ്ലേജറിസത്തിന് പിടിക്കപ്പെട്ടു. അവർ തിരിച്ച് രജിസ്ട്രാർക്ക് മറുപടി അയച്ചു. ഈ അധ്യാപകൻ്റെ 2 ഇൻക്രിമെൻ്റ് കട്ട് ചെയ്യണം, ഈ കുട്ടിയെ ആജീവനാന്തകാലം PhD നിന്ന് വിലക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കത്ത്. ഒന്നും സംഭവിച്ചില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ആലോചിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ഒരു 2010-13 കാലത്തെ കഥയാണ്. അന്നൊന്നും ഈ പ്ലേജർസും ഒന്നും ഒരു വിഷയമല്ലായിരുന്നേ. ഞാൻ അതാ പറഞ്ഞത്, ഇപ്പം ഈ ശോധഗംഗയൊക്കെ വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും കുത്തിപ്പൊക്കാൻ തുടങ്ങിയത്. ഒരു കൗതുകത്തിന് വേണ്ടി പറയട്ടെ, ഞാൻ ഇന്നലെ ഒരു മാഗസിന് വേണ്ടി ഒരു ലേഖനം എഴുതി കൊടുത്തത്, അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ഔപചാരിക ഗവേഷണത്തിന് ആര് മണികെട്ടും എന്നതാണ് അതിൻ്റെ ടൈറ്റിൽ. ഔപചാരിക ഗവേഷണത്തിന് ആര് മണികെട്ടും? മണികെട്ടാതെ വിടുന്നതാണ് നല്ലത്. മണി കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ചില സാധനത്തിനൊക്കെ മണിയില്ലാത്തതാണ് നല്ലത്. വെറുതെ എന്തിനാ പൂച്ച സാറിനെ വിഷമിപ്പിക്കുന്നത്? സൂക്ഷ്മതയുടെ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. സൂക്ഷ്മത എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കിലും ഓരോ പ്രയോഗത്തിലും സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്ത് നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും. നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചാത്തൻ മരുന്ന് എന്നൊരു പ്രയോഗം നടത്തി. ഉടനെ തന്നെ കൃഷിമന്ത്രിയും പിന്നെ ആരോഗ്യമന്ത്രി അതിനെ എതിർത്ത് സംസാരിച്ചു. ചാത്തൻ മരുന്ന് എന്ന പ്രയോഗം പിൻവലിക്കണമെന്ന് പറഞ്ഞു. അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ചാത്തൻ എന്ന് പറയുന്നത് എന്തോ കുറഞ്ഞ സംഗതിയാണ് എന്ന ഒരു ബോധം സൃഷ്ടിക്കാൻ വേണ്ടി ആ പ്രയോഗം ഉപകരിക്കൂ. അതുകൊണ്ട് ചാത്തൻ എന്ന് പറയുന്ന അത്ര കുറഞ്ഞ ആളല്ല, അത് പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞ് അത് നിയമസഭാ രേഖകളിൽ നിന്നൊക്കെ നീക്കം ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ചില കാര്യങ്ങൾ നമ്മളിപ്പം മുമ്പൊക്കെ ചെറ്റ എന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു തെറിപ്പദമുണ്ടല്ലോ, ഇപ്പം നമ്മൾ രാഷ്ട്രീയമായിട്ട് സാംസ്കാരികമായിട്ട് അത് ഉപയോഗിക്കാറില്ല. ചെറ്റക്കുടൽ കുറഞ്ഞതാണ് എന്ന അർത്ഥത്തിൽ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഗവേഷകരായതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളിലും ശ്രദ്ധ പുലർത്തണം. ഈ അടുത്ത കാലത്ത് എനിക്ക് വാല്യുവേഷന് വേണ്ടി വന്ന ഒരു തീസിസിനകത്ത് എഴുതിയിരിക്കുന്ന MD വാസുദേവൻ നായർ മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വരിയിലാണ് തുടങ്ങുന്നത്. ആ തീസിസ് തുടങ്ങുന്നത് തന്നെ MD വാസുദേവൻ നായരാണ് മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ എന്ന് പറഞ്ഞിട്ടാണ്. എനിക്കും അതിനകത്ത് തർക്കമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒരു PhD തീസിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു പ്രയോഗമാണ് അത്. MD വാസുദേവൻ നായർ ഏറ്റവും വലിയ എഴുത്തുകാരൻ ആയിക്കോട്ടെ, ഒരു തർക്കവുമില്ല. പക്ഷേ ഏറ്റവും വലിയത് എന്ന് ഒരു തീസിസിൽ എഴുതി കഴിഞ്ഞാൽ അതിനൊരു സൈറ്റേഷൻ കൊടുക്കണം. അല്ല, സ്വന്തം നിലയ്ക്ക് അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല. പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അത് നിഗമനം എഴുതുമ്പോഴായിരിക്കണം, അതിൻ്റെ അവസാന ഭാഗത്തായിരിക്കണം. അല്ലാതെ തുടക്കം തന്നെ MD വാസുദേവൻ നായർ ഏറ്റവും വലിയ എഴുത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് MD വാസുദേവൻ നായർക്ക് അത് വേണം. MD വാസുദേവൻ നായർക്ക് ഇതിനേക്കാൾ വലിയൊരു ആക്ഷേപം കിട്ടിയെന്ന് പറഞ്ഞാൽ പാവം മരിച്ചു. എന്നാലും നമ്മുടെ തിരൂർ തുഞ്ചൻപറമ്പിലൊരു പരിപാടി നടക്കുമ്പോൾ തുഞ്ചൻപറമ്പിലെ നഗരസഭാ ചെയർപേഴ്സൺ MD വാസുദേവൻ നായർ സ്റ്റേജിലിരിക്കുമ്പോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി MD വാസുദേവൻ നായർ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, അത് അത്രയും ഭീകരമൊന്നുമല്ല. ഇത് സഹിക്കാവുന്നേ ഉള്ളൂ. ഏറ്റവും വലിയ എഴുത്തുകാരെന്നല്ലേ പറഞ്ഞോളൂ. MD ഇരുത്തിക്കൊണ്ട് തുഞ്ചൻപറമ്പ് വെച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം MDക്ക് അത് കിട്ടണം, പാവം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ സൂക്ഷ്മതയില്ലാതെ ഒരു വാക്കോ ഒരു പ്രയോഗമോ പ്രയോഗിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് തീസിസിൽ. കാരണം അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ഗവേഷകനാണ്, രണ്ടാമത്തെ ഉത്തരവാദി ഗൈഡാണ്. ഗൈഡും കുടുങ്ങും, പേടിക്കണ്ട. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഗൈഡും കുടുങ്ങും. ഗൈഡ് കൂട്ടുപ്രതിയാ,
ഉറപ്പാ, ഏട് കൂട്ടുപ്രതിയാ. ടീച്ചറിന് പിന്നെ അങ്ങനെയൊന്നും അനുഭവം ഉണ്ടായിട്ടില്ലായിരിക്കില്ല ഇതുവരെ. എപ്പോഴാണ് കുടുങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഈ സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടും വായിക്കുന്ന വായനകളൊക്കെ വരുന്ന ഒരു കാലത്ത് നമ്മൾ അത്രയും ഈ അറ്റ്മോസ്റ്റ് കെയർ എന്നൊക്കെ പറയത്തില്ലേ, അത്രയും വളരെ സൂക്ഷ്മതയോടുകൂടി ഗവേഷണത്തെ, ഓരോ വാക്കുകളെ, വരികളെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് സുതാര്യതയാണ്, ഓപ്പൺനെസ്. സുതാര്യത എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മളെ ഡേറ്റ കളക്ഷനിൽ, വിവരശേഖരണത്തിൽ സുതാര്യത പാലിച്ചിരിക്കണം എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്കൊരു വാദത്തിലേക്ക്, നിങ്ങളുടെ വാദം സാധൂകരിക്കുന്നതിന് വേണ്ടി ഒരു സൈറ്റേഷൻ നടത്തുമ്പോൾ അത് എല്ലാവർക്കും പരിചിതമായ സ്രോതസ്സിൽ നിന്ന്, സോഴ്സിൽ നിന്ന് സ്വീകരിച്ചതായിരിക്കണം. ഈ സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഗവേഷണം എന്ന് പറയുന്നത് ഒരു കോടതി മുറിയിൽ ഒരു വക്കീൽ ഒരു സാക്ഷിയെ കയറ്റി നിർത്തി സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി നടത്തുന്ന വാദഗതികളാണ് എന്ന് വിചാരിച്ച തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതാണ് സൈറ്റേഷൻ. കോടതിയിൽ വന്നിട്ട് നിങ്ങളാവുന്ന ഗവേഷകനാകുന്ന അഡ്വക്കേറ്റ് പറയുകയാണ്, ശ്രീ തലയോലപ്പറമ്പിൽ ശിവശങ്കരൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കോടതി അത് വിശ്വസിക്കില്ല. അതേസമയം പ്രൊഫസർ എം ലീലാവതി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രൊഫസർ എം കെ സാനു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതെയോ, എന്നാ ഓക്കെ. ഇതാണ് ഈ സൈറ്റേഷൻ്റെ കാര്യം. ഇത്തരത്തിലൊരു ഓപ്പൺനെസ് വേണം. അല്ലാതെ പിന്നെ വടകര കുട്ടിശങ്കരൻ എഴുതിയ ഇസഡ് കാറ്റഗറി എന്ന പുസ്തകത്തിൽ 76-ാമത്തെ പേജിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് എഴുതി വെച്ചാൽ അതിന് സ്വീകാര്യതയില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു പുസ്തകവും അങ്ങനെ ഒരു എഴുത്തുകാരനെയും നിങ്ങൾ വ്യാജമായി സൃഷ്ടിച്ചാൽ പോലും അതിനൊരു സ്വീകാര്യത കിട്ടത്തില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഈ നമ്മൾ എടുക്കുന്ന സ്രോതസ്സുകൾ, ആ സ്രോതസ്സുകൾ സുതാര്യമായിരിക്കണം, ഓപ്പൺ ആയിരിക്കണം, എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന സ്രോതസ്സുകളായിരിക്കണം. അത്തരം സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ ശേഖരിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ചുരുക്കം. അടുത്തത് ബൗദ്ധിക സ്വത്തിനോടുള്ള ആദരവ്, റെസ്പെക്ട് ഫോർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ബൗദ്ധിക സ്വത്തിനോടുള്ള ആദരവ് അഥവാ റെസ്പെക്ട് ഫോർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു സൈറ്റേഷൻ നടത്തുമ്പോൾ, എന്തെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത് ചേർക്കുമ്പോൾ അതിനർഹമായ ഒരു സൈറ്റേഷൻ കൊടുക്കണം, അവർക്കൊരു ക്രെഡിറ്റ് കൊടുക്കണം. ഇത് ഇന്നയാൾ പറഞ്ഞതാണ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് പ്ലേജറിസത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ശരി, അതല്ല ഇരിക്കട്ടെ. നിങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രാഥമിക കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും. മലയാളത്തിലെ ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥയുടെ ഭാഗം എടുത്ത് പ്രബന്ധ ശരീരത്തിൽ ഉദ്ധരിക്കുകയാണ്. ഒരു സമയം എത്ര വരി വരെ ഉദ്ധരിക്കാൻ കഴിയും? ഇപ്പോൾ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയാണ് നിങ്ങളുടെ പാഠ്യവസ്തു, നിങ്ങളുടെ പ്രൈമറി സോഴ്സ് അതാണ്, പ്രഥമ ആകരം അതാണ് എന്നിരിക്കട്ടെ. മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നത്. മാർത്താണ്ഡവർമ്മയെ അതേപോലെ എടുത്തങ്ങ് എഴുതിയാൽ ഒരു 1500 പേജ് കിട്ടത്തില്ലേ തീസിസിൽ? എത്ര വരി വരെ എടുത്ത് എഴുതാമെന്നുള്ളതാണ് അടിസ്ഥാനപരമായ എൻ്റെ ചോദ്യം. നിങ്ങൾ അങ്ങനെ ഇതുവരെ ഒരു സംശയം സ്വയം ചോദിക്കുകയോ ആരോടെങ്കിലും പങ്കുവയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാമോ എത്ര വരിയാണ് ഒരേ സമയം എഴുതി വയ്ക്കാൻ പറ്റുകയെന്ന്? അതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അത് പ്ലേജറിസത്തിൻ്റെ കണ്ണിൽ പിടിക്കപ്പെടും. വാസ്തവത്തിൽ പിടിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഈ പ്രബന്ധ ശരീരത്തിൽ, ബോഡി ഓഫ് ദ തീസസിൽ ഉൾപ്പെടുത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിനൊരു സൂപ്പർ ഇത് ചെയ്തിട്ടൊരു നമ്പർ കൊടുത്തിട്ട് കുറിപ്പുകളുടെ കൂട്ടത്തിൽ എൻ്റെ നോട്ടായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോഴത്തേക്ക് പിന്നെ പ്ലേജറിസത്തിൻ്റെ ആ സ്കാനിങ്ങിൽ ഉൾപ്പെടത്തില്ല, കുറിപ്പുകൾ ഉൾപ്പെടത്തില്ല. നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ അവസാനം അല്ലെങ്കിൽ പേജിൻ്റെ അവസാനം കുറിപ്പായിട്ട് കൊടുത്ത് എൻ്റെ നോട്ട് അല്ലെങ്കിൽ ഫുട് നോട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്ലേജറിസത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്, ആ ബാധയിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ നിർബന്ധമായി നിങ്ങൾ ഇത് ചേർത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ എത്ര വരി ചേർക്കാം? ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്ക്. തെറ്റിയാലും കുഴപ്പമില്ലല്ലോ. ടീച്ചർ കേൾക്കത്തൊന്നുമില്ല, ടീച്ചർ കേൾക്കാതിരുന്നോളും.
8 വരിയാണ് ഐഡിയൽ. അതിൻ്റെ പരമാവധി എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് 12 വരിയാണ്. അത് കവിതയായാലും ഗദ്യമായാലും. നിങ്ങളുടെ റണ്ണിങ് മാറ്റർ, നിങ്ങളുടെ ബോഡി ഓഫ് ദി തീസിസ്, അതിൽ 8 വരിയാണ് ഐഡിയൽ. 12 വരിയായാലും സഹിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് കരുതി ചിലത് 8 വരിയിൽ നിർത്താൻ പറ്റൂല. 9ാമത്തെ വരിയിൽ ഒരു വാക്കുകൂടെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. 10 വരിയായാലും ചിലപ്പോൾ അത് പൂർത്തിയാകണമെങ്കിൽ, ആ സെൻറ്റൻസ് പൂർത്തിയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10 വരി വേണ്ടി വരും, ചിലപ്പോൾ ഒരു 11 വരി. അത് കുഴപ്പമില്ല. 8 വരിയാണ് ഐഡിയലായിട്ടുള്ളത്. പക്ഷേ 12 വരി വരെ ഒരേ സമയം എടുത്ത് ഉപയോഗിക്കാം. അതിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ആ പേജ് തന്നെ പ്ലേജറിസത്തിന് പിടിവീഴും. പ്ലേജറിസം പിടിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് കോബ്ര എന്നാണ്. കേട്ടിട്ടുണ്ടോ? എൻ്റെ ആദ്യത്തെ തീസസ് ഈ കോബ്രയ്ക്കകത്തിട്ടാണ് സ്കാൻ ചെയ്തത്. ഞാനപ്പോൾ ഒരു അസിസ്റ്റൻ്റ് രജിസ്ട്രാറിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അന്നൊക്കെ ഈ ആളിനെയും കൂടെ ഗവേഷകനെയും കൂടെ നിർത്തിയിട്ടാണ് ഇത് സ്കാൻ ചെയ്യുന്നത്. എൻ്റെ ആ സമയത്തെ ഹാർട്ട് ബീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 0 ആയിരിക്കും. ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഒരു അസിസ്റ്റൻ്റ് രജിസ്ട്രാറിൻ്റെ മുന്നിൽ ഇങ്ങനെ, സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് CD ആണ് കേട്ടോ. CD-ക്കകത്ത് ഇങ്ങനെ പ്ലേ ചെയ്ത് ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. വര വീഴുന്നത്, മഞ്ഞ വര, ചുവപ്പ് വര, ഓറഞ്ച് വര ഒക്കെ വീഴുന്നത്. അതിനൊരു കണക്കുണ്ട് കേട്ടോ. അത് ഞാൻ 2ാം ഭാഗത്ത് പറയാം. എത്ര ശതമാനം വരെ പോയാൽ നിങ്ങൾക്ക് PhD കിട്ടും, എത്ര ശതമാനം വരെ പോയാൽ PhD ഇനി ജീവിതത്തിൽ PhD ചെയ്യേണ്ടെന്ന് പറഞ്ഞു വിടുന്നത് എത്ര ശതമാനം വരെ പോയാൽ എന്നൊക്കെ ഞാൻ ഈ 2ാം ഭാഗത്ത് പറയാം. അപ്പം ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര വരിയാണ്, എത്ര ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് എടുത്ത് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് വേണം ഒരു വരിയിൽ നിർത്താം. ചന്ദ്രക്കാരൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊരു വാചകം കൊടുത്തിട്ട് അവിടെ സൂപ്പർസ്ക്രിപ്റ്റ് ചെയ്തിട്ട് അതിനൊരു നമ്പർ കൊടുക്കുക, 22. ആ നമ്പർ കുറിപ്പുകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഈ വായനക്കാരന് ഫുഡ് നോട്ട് അല്ലെങ്കിൽ എൻഡ് നോട്ടായിട്ട് കൊടുത്താൽ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഈ എൻ്റയർ ടെക്സ്റ്റ് നിങ്ങൾക്ക് കുറിപ്പുകളുടെ കൂട്ടത്തിൽ കൊടുക്കാം. അതുകൊണ്ടാണ് ചില നിർവചനങ്ങളെ നമ്മൾ എൻഡ് നോട്ടായിട്ട് കൊടുക്കുന്നത്. ഇനി വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഒരു നിർവചനം ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും, നിങ്ങളത് പരിഭാഷപ്പെടുത്തിയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ ഒരു നിർവചനം കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, വ്യക്തതയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ആ ഇംഗ്ലീഷ് ടെക്സ്റ്റ് അതേപോലെ നിങ്ങൾക്ക് കുറിപ്പിൽ കൊടുക്കാം. അതാണ് ഏറ്റവും സേഫ്. മലയാളംകാർക്കാണ് ഇത് മലയാളംകാർക്ക് വേണ്ടി പറഞ്ഞാൽ. മലയാളത്തിൽ നിങ്ങളുടെ പരിഭാഷ ചിലപ്പോൾ അത്ര കണ്ട് നന്നായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഏൽപ്പിക്കുന്ന യന്ത്രം അത്ര നന്നായി പരിഭാഷപ്പെടുത്തിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ മലയാളംകാർ മിക്കവാറും സ്വന്തം പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന യന്ത്രത്തിനോടായിരിക്കുമല്ലോ പറയുന്നത്, പ്രിയപ്പെട്ട യന്ത്രമേ എനിക്കൊന്ന് പരിഭാഷപ്പെടുത്തി തരൂ, ഹുസൂർ എന്ന് പറഞ്ഞ് യന്ത്രം അപ്പോഴേ റെഡിയായി വരത്തില്ലേ പരിഭാഷ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഈ ഇംഗ്ലീഷ് ടെക്സ്റ്റും കൂടെ കൊടുക്കുന്നതാണ് നല്ലത്. ശരി, എന്ത് തന്നെ കൊടുത്താലും അതിൻ്റെ ഒരു സൈറ്റേഷനും കൂടി അതിനോടൊപ്പം ചേർക്കണം എന്നതാണ് റെസ്പെക്ട് ഫോർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നതിൻ്റെ വിശദീകരണം. അടുത്തത് വിശ്വാസ്യത അഥവാ കോൺഫിഡൻഷ്യാലിറ്റി. ഇതാണ് അടുത്ത പോയിന്റ്. വിശ്വാസ്യത അഥവാ കോൺഫിഡൻഷ്യാലിറ്റി. എന്താണ് വിശ്വാസ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഈ നമ്മളൊരു ഡേറ്റ കളക്ഷനൊക്കെ വേണ്ടി വരുമ്പോൾ നമ്മൾ ചില സമയത്ത് സർവേ ഒക്കെ നടത്തും. ഇപ്പം മലയാളംകാരങ്ങനെ സർവേ നടത്തുന്ന സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ സർവേ. അങ്ങനെ ഒരു സർവേ നടത്തേണ്ടി വരികയാണെങ്കിൽ, ഇത് എല്ലാ വിഷയക്കാർക്ക് വേണ്ടിയുള്ളതാണല്ലോ, അതുകൊണ്ട് സർവേ നടത്തേണ്ടി വരികയാണെങ്കിൽ ഒരു കാരണവശാലും ആ സർവേയിൽ പങ്കെടുത്തവരുടെ വ്യക്തിഗത വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തരുത്. ഇതൊരു വിശ്വാസ്യതയുടെ ഒരു പ്രശ്നമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ നിങ്ങളൊരു സുപ്രധാനപ്പെട്ട ഒരു സർക്കാർ രേഖ പരിശോധിച്ചുകൊണ്ട് നിങ്ങളൊരു സൈറ്റേഷൻ നടത്തുകയാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അതിപ്രധാനമായിട്ടുള്ള ഒരു രഹസ്യരേഖ നിങ്ങൾക്ക് പരിശോധിക്കേണ്ടി വന്നു. ആ രഹസ്യരേഖയുടെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് അത് ആവശ്യമെങ്കിൽ മാത്രമേ പരസ്യപ്പെടുത്താൻ പാടുള്ളൂ, അല്ലാത്ത പക്ഷം അത് പരസ്യപ്പെടുത്തരുത്. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരസ്യപ്പെടുത്തേണ്ടത് മാത്രം പരസ്യപ്പെടുത്തുക, അല്ലാത്തത് പരസ്യപ്പെടുത്താതിരിക്കുക. ചില എഴുത്തുകാരെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ, എഴുത്തുകാരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ജീവചരിത്രമൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരുമ്പോൾ
ആ എഴുത്തുകാരൻ മഹാമോശം, അയാൾ രണ്ടുമൂന്നും കല്യാണമോ കഴിച്ചതാണ്, ഭാര്യയ്ക്കൊന്നും ചിലവിന് കൊടുത്തിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ. അതൊന്നും എഴുതാനുള്ള വേദിയല്ലല്ലോ, കടലാസല്ലല്ലോ ഈ പ്രബന്ധത്തിനുള്ളത്. ആ അർത്ഥത്തിൽ ഈ അത്തരം വ്യക്തിപരമായ പരാമർശങ്ങൾ ഒക്കെ പരമാവധി ഒഴിവാക്കണം എന്നതുകൂടി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്തത് വീണ്ടും അതിൻ്റെ ഒരു അനക്സ് പോലെ കരുതിയാൽ മതി, റെസ്പോൺസിബിൾ ഫോർ പബ്ലിക്കേഷൻ, പ്രസിദ്ധപ്പെടുത്തുന്നതിലെ ഉത്തരവാദിത്തം. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധമാണ് പ്രസിദ്ധപ്പെടുത്തുന്നതിലെ ഉത്തരവാദിത്തം അഥവാ റെസ്പോൺസിബിൾ ഫോർ പബ്ലിക്കേഷൻ. എന്ത് കാര്യം പ്രസിദ്ധപ്പെടുത്തുന്നതും ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് എന്ന ബോധ്യത്തിൽ വേണം അത് പ്രസിദ്ധപ്പെടുത്താൻ. നിങ്ങൾ എന്ത് തന്നെ, അത് ജേണലിനകത്ത് എഴുതുന്നതായിക്കോട്ടെ, നിങ്ങൾ തീസിസിൽ എഴുതുന്നതായിക്കോട്ടെ, എന്തായാലും അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. പിന്നീട് അത് പ്രസിദ്ധപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. ആ പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് എന്ന ഉറച്ച ബോധ്യത്തിൽ വേണം, വിശ്വാസത്തിൽ വേണം അത് ചെയ്യാൻ. ആ ഉത്തരവാദിത്തം ഗവേഷകരുടെ നൈതികതയുടെ ഭാഗമാണ്. അടുത്തത് മാർഗദർശികൾക്ക് വേണ്ടിയുള്ളതാണ്, മാർഗദർശനത്തിലെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിൾ ഫോർ മെൻറ്ററിങ്. മാർഗദർശനത്തിലെ ഉത്തരവാദിത്തം അഥവാ റെസ്പോൺസിബിൾ ഫോർ മെൻറ്ററിങ്. മാർഗദർശികൾക്ക് വാസ്തവത്തിൽ മാർഗദർശികൾ മറ്റുള്ള ഗവേഷകർക്ക് മാതൃകയാകണം. അതോടൊപ്പം ഗവേഷകരെയൊക്കെ വിലയിരുത്തണം. ഗവേഷകരെ വിലയിരുത്തിയിട്ട് അതിൻ്റെ കൃത്യമായ ഒരു ഡയറക്ഷൻ, ദിശാസൂചിയായി മാറണം. ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് മാർഗദർശനത്തിൽ ഉത്തരവാദിത്വം ഉണ്ടാകുന്നത്. എൻ്റെ ആദ്യത്തെ PhD ഗൈഡ് ഡോക്ടർ KP സുരേഷ് സാറ് പിന്നെ സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പെഡഗോഗിക്കൽ സയൻസിലെ ഡയറക്ടറായിരുന്നു. ഞാൻ സാറിന് വല്ലാതെ തിരക്കുണ്ട്. അപ്പോൾ സാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരാൻ പറയും. ഞാനൊരു വൈകുന്നേരത്തോടുകൂടി ചെല്ലും. സാറിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ ലൈബ്രറിയിൽ തന്നെ 2 മേശയൊക്കെ അടുപ്പിച്ചിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് സാറ് പുലർച്ചെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് തീസിസ് വായിച്ചു നോക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ നിർബന്ധമുള്ള ആളാണ്. പുലർച്ചെ 3 മണിയാകുമ്പോൾ എഴുന്നേക്കും. അലാറം വെച്ച് എഴുന്നേറ്റിട്ടാണ് എൻ്റെ തീസിസ് പരിശോധിക്കുന്നത്. ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ണിങ്ങനെ ഒറ്റ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ നോക്കും. സാർ എഴുന്നേറ്റു. എന്നെ വിളിക്കില്ല. ഒരു 5-5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് സാർ എൻ്റെ തീസസൊക്കെ മൊത്തം വരച്ച് നീല നിറത്തിലും ചുവപ്പ് നിറത്തിലൊക്കെ വരച്ച് വൃത്തികേടാക്കി വെട്ടി വെച്ചേക്കും. ഞാനത് നോക്കിയിട്ട് പിന്നെയും കിടന്നുറങ്ങും. സാറ് എന്നിട്ട് അമ്പലത്തിലൊക്കെ പോകുന്ന ആളാണ്. രാവിലെ അവിടെ ഒരു രാജരാജേശ്വരി ക്ഷേത്രമുണ്ട്, അവിടെയൊക്കെ പോയിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഗൈഡ്മാരൊക്കെ ഉണ്ട്. അത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അക്കാലത്ത്, അതായത് ഈ 2010കളിലെ അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. ഇപ്പോഴേ നിങ്ങളത് കേട്ടായിരിക്കും ഇത്തരം അശ്ലീലങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഗവേഷണ മേഖലയിൽ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. ഞാനീ പറയുന്നത് ഇപ്പോൾ ടീച്ചറിനൊക്കെ അറിയാമായിരിക്കും. ഈ പണ്ട് ഗവേഷകർ ഗൈഡിനെ കാണാൻ പോകുന്നത് വലിയ ചടങ്ങാണ്. ഈ സ്ത്രീകളാണ് ഗൈഡെങ്കിൽ ഒരു പട്ടുസാരിയൊക്കെ കൊണ്ടുപോകുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അത് തരക്കേടില്ലായിരുന്നു. പൊളിറ്റിക്കലി കറക്റ്റ് അല്ല കേട്ടോ. പുരുഷ ഗൈഡന്മാരെ കാണാൻ പോകുന്നെങ്കിൽ മറ്റു ചില സമ്മാനങ്ങൾ, ഞാനത് പൊതുവായിട്ട് പറയുന്നില്ല. ഞാൻ അത്തരം സമ്മാനം കൊടുക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്ന ഒരാളായതുകൊണ്ട്, വൈമുഖ്യം കാണിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ കൊല്ലം ജില്ലക്കാരനായതുകൊണ്ട് ഞങ്ങളുടെ സവിശേഷമായ കാഷ്യൂ നട്ട്സുമായിട്ടാണ് പോയത്. ആദ്യമായിട്ട് ഗൈഡിനെ കാണാൻ പോയി. ഗൈഡിനെ ഒപ്പൊക്കെ ഇട്ട് 1 കിലോ കാഷ്യൂ നട്ടൊക്കെ മേടിച്ചുകൊണ്ട് സാർ ഞാൻ ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ സുരേഷ് സാറ് ഇതെന്താ ഇത് കുറച്ച് കാഷ്യൂ നട്ടാണ്. എന്തിന്? ഒരു സന്തോഷം. ഇനി മേലെ ഇത്തരം സന്തോഷങ്ങളുമായിട്ട് വന്നു പോകരുത് എന്നൊരു വാണിംഗാണ് എനിക്ക് ആദ്യം കിട്ടിയത്. എന്നിട്ട് അതിങ്ങനെ 2 കൈകൊണ്ടും വലിച്ചു കീറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഓഫീസ് സ്റ്റാഫിനും വിതരണം ചെയ്ത് തീർത്ത്. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ ഗൈഡ്. ഞാൻ പറഞ്ഞു വന്ന അക്കാലത്ത് നിങ്ങൾക്ക് കുറേ പഴയ ആൾക്കാരൊക്കെ ഗൈഡുമാർ, ഇപ്പോഴത്തെ ഗൈഡായിട്ടിരിക്കുന്നവരുടെയൊക്കെ പിന്നാമ്പുറ കഥകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ടെലിഫോൺ ബില്ലടയ്ക്കാൻ പോയതും കറണ്ട് ബില്ലടയ്ക്കാൻ പോയതും ആയിട്ടുള്ളൊക്കെ കുറേ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞു തന്നിരിക്കും. എനിക്കെന്തായാലും ഭാഗ്യത്തിന് എൻ്റെ 2 ഗൈഡന്മാരിൽ നിന്നും അത്തരം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു വലിയ സന്തോഷമാണ്. പിന്നെ എൻ്റെ ആദ്യത്തെ ഗൈഡിന് ഒരു കാര്യത്തിൽ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ. തീസിസിൽ ഒപ്പിടുന്നെങ്കിൽ പുതിയ പേന വേണം. പുതിയ പേന കൊണ്ടേ ഒപ്പിടും. അത്
10 രൂപയിൽ കൂടുതൽ വിലയുള്ള പേന കൊണ്ടുവന്ന് ഞാൻ ഓടിച്ചു കളയും. പരമാവധി 10 രൂപ വിലയുള്ള പേന, അങ്ങനത്തെ പേന കൊണ്ട് ഒപ്പിടുന്ന ഒരു ഗൈഡായിരുന്നു അദ്ദേഹം. സാർ മരിച്ചുപോയി, 1 വർഷം കഴിഞ്ഞു. സാറിനെ ആദരപൂർവ്വം ഓർക്കുകയാണ് ഈ സമയത്ത്. കാരണം സാറ് എന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഗൈഡ് എന്ന നിലയിൽ, ഒരു മെൻറ്റർ എന്ന നിലയിൽ എനിക്ക് കുറേ ഉൾക്കാഴ്ച കിട്ടിയത് സാറിൽ നിന്നാണ്. സാറ് ഈ ഗവേഷണ രംഗത്തൊക്കെ അത്രയ്ക്ക് പണിയെടുത്ത ഒരാളാണ്. അപ്പോൾ അത് എപ്പോഴും എനിക്കൊരു ശരിക്കും ഒരു വഴികാട്ടിയായിട്ടുണ്ട് അദ്ദേഹം ഓർത്ത്. അടുത്തത് റെസ്പെക്ട് ഫോർ കൊളീഗ്സ്, സഹപ്രവർത്തകരോടുള്ള ബഹുമാനം. സാധാരണഗതിയിൽ നിങ്ങളുടെ റിസർച്ച് സെൻറ്ററിൽ നിങ്ങളുടെ കൂടെ ചില സഹഗവേഷകരുണ്ടാവും. അവർ പുറമേ കണ്ടാൽ സത്യസന്ധരും വിശ്വാസ്യതയുള്ളവരും സുതാര്യത ഉള്ളവരും ഒക്കെയാണെന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങളൊന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ല വർത്തമാനം പറയുന്നവരൊക്കെ ആയിരിക്കാം. അത് നിങ്ങൾ വിചാരിക്കുമോ, ഈ നാശം പിടിച്ച ഈ സെൻറ്ററിൽ എനിക്ക് ഗവേഷണം നടത്താം, വേറെ സെൻറ്ററിൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനല്ല. എല്ലാ സെൻറ്ററുകളിലും ഇതാവസ്ഥ. പരസ്പരം എന്തെങ്കിലും തരത്തിലൊക്കെ പാരപണിയുക, ഒരു ജേണലിലേക്കൊക്കെ എന്തെങ്കിലും എഴുതുന്നത് വളരെ രഹസ്യമാക്കി വെച്ചിട്ട് പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ, ആണോ പ്രസിദ്ധീകരിച്ചോ, ഞാനിതെപ്പോൾ എഴുതി എന്നൊക്കെ വളരെ അത്ഭുതം കൂറുന്ന സഹപ്രവർത്തകരും സഹഗവേഷകരൊക്കെ നിങ്ങൾക്കുണ്ട്. അത് സ്വാഭാവികമാണ്. ഈ സാധാരണഗതിയിൽ ഈ ഡോക്ടർ കമ്മിറ്റിയെ കഴിഞ്ഞിട്ട് ഒരു 1-2 വർഷത്തേക്ക് വിഷയം പോലും ആരോടും പറയത്തില്ല. എന്താ അറിയോ, വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ 3 വർഷമായി കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു ഗവേഷക ഉണ്ടാവും. ആ ആൾ ഈ വിഷയം അടിച്ചു മാറ്റി 6 മാസം കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് പോവും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അവസാനം ഈ ഇവിടെ രജിസ്റ്റർ ചെയ്ത ആൾ കണ്ണീരും കയ്യുമായിട്ട് കണ്ട എൻ്റെ ഗവേഷണ വിഷയം എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് നിങ്ങളുടെ ഗവേഷണ വിഷയം ചോദിച്ച് ഒരു ഗവേഷണമൊക്കെ നടത്തുന്നു എന്നൊരു ഒഴുക്കം മട്ടിലൊക്കെ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ടൈറ്റിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചിലപ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്നേക്കാൾ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെ തള്ളിവിട്ടെന്നിരിക്കും. നിങ്ങൾ പിന്നെ ഭയങ്കര വിഷമ അവസ്ഥയിലൊക്കെ ആവും. അങ്ങനെ ചെയ്യുന്നവർ കേട്ടോ, അങ്ങനെ അത്രയും ഹോൾ ഹാർട്ടഡായിട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 48 മണിക്കൂറിനുള്ളിൽ തീസിസ് വയ്ക്കുന്നവർക്ക് ഞാനിപ്പോൾ പറഞ്ഞ ബാധകമല്ല, നോട്ട് ആപ്ലിക്കബിളാണ്. അടുത്തത് സാമൂഹ്യ പ്രതിബദ്ധത, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി സർക്കാർ എത്ര ലക്ഷം രൂപയാണ് മുടക്കുന്നതെന്ന്? നിങ്ങൾക്ക് PhD ചെയ്യാൻ വേണ്ടി പൊതുഖജനാവിൽ നിന്ന് എത്ര ലക്ഷം രൂപയാണ് മുടക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു 10-12,000 14,000 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് എത്ര രൂപ കിട്ടും? ഒരു 4 വർഷമോ 5 വർഷമോ ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്ര ലക്ഷം രൂപ കിട്ടും? ചുരുങ്ങിയത് ഒരു 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയെങ്കിലും കിട്ടും ഒരു ഗവേഷകയ്ക്ക്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് എത്ര ലക്ഷം രൂപ മൂല്യമുള്ളതായിരിക്കണം? ചുരുങ്ങിയത് ഒരു 8-10 ലക്ഷം രൂപ മൂല്യമുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത്. കാരണം ഇത് ആരുടെ പണമാണ്? പൊതുഖജനാവിൽ നിന്നുള്ള നികുതി പണമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട് ടൈം ചെയ്യണം. ഞാനിതെന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ നികുതി പണമൊന്നും വാങ്ങിയിട്ടില്ല, ഞാൻ പാർട്ട് ടൈം ഗവേഷകനായിരുന്നു, സ്വന്തം കാശിന് പഠിച്ചതാ. പക്ഷേ നിങ്ങൾ ഫെലോഷിപ്പ് വാങ്ങുന്നവർ, നിങ്ങൾ ഗ്രാൻഡ് വാങ്ങുന്നവർ മനസ്സിലെപ്പോഴും ഒരു വിഷമം, ഒരു കുത്തൽ വരണം. ഞാനൊരു 8 ലക്ഷം രൂപയ്ക്ക് മൂല്യമുള്ള ഒരു ഗവേഷണ പ്രബന്ധം കൊടുക്കാൻ വേണ്ടിയുള്ള പണിയാണല്ലോ ചെയ്യുന്നത്. ഈശ്വരാ ഭഗവാനെ എന്നെ രക്ഷിച്ചോണേ കാത്തോണേ എന്ന് നിങ്ങൾക്ക് തോന്നണം. അതുകൊണ്ട് നിങ്ങൾ ആ പൊതുസമൂഹത്തിന്, ആ സൊസൈറ്റിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനമായിരിക്കണം ചെയ്യേണ്ടത്. അതല്ലാതെ കുമാരനാശാൻ്റെ കവിതകളിലെ മാധവിക്കുട്ടിയുടെ കഥകളിലെ മാ എന്നതാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ പൊതുസമൂഹം നിങ്ങളെ കൈകാര്യം ചെയ്യും. മാധവിക്കുട്ടിയുടെ കഥകളിലെ മാ എത്ര ഉണ്ടെന്ന് എഴുതി കൊടുത്താൽ PhD കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും അല്ല, ഓന്തുകൾക്കും ദിനോസറുകൾക്കും മുമ്പാണ് കേട്ടോ. ഇപ്പോഴെങ്ങാനും വന്ന് പറഞ്ഞാൽ ചിലപ്പം വല്ല കാര്യമുണ്ടോ നിനക്ക് അതൊക്കെ അവിടെ പോയി പറയാൻ എന്നൊക്കെ ചില തൽപര കക്ഷികൾ ചോദിക്കും. കുമാരനാശാൻ്റെ കവിതകളിൽ എത്ര ഉണ്ട് എന്ന് എഴുതി കൊടുത്താൽ അങ്ങനെ PhD കിട്ടിയിട്ടുണ്ടത്രേ. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് PhD ചെയ്യുന്നത്? ഞാൻ ആരാ ഏട്ടാ എന്നെങ്കിലും സ്വയം ചോദിക്കണം.
ഞാൻ എന്തിനു വേണ്ടിയാണ് PhD ചെയ്യുന്നത് എന്നെങ്കിലും സ്വയം ചോദിക്കണം. ഇത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ കൂടി ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. അടുത്തത് നോൺ ഡിസ്ക്രിമിനേഷൻ, വിവേചനമില്ലായ്മ, വിവേചനരാഹിത്യം. നോൺ ഡിസ്ക്രിമിനേഷൻ, വിവേചനരാഹിത്യം. ഈ വിവേചനം കാണിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഗവേഷകരല്ല, ഗവേഷകരുടെ മാർഗദർശികളാണ്. ചിലരോടൊക്കെ ഒരു പ്രത്യേക അടുപ്പം കാണും. മറ്റേ അയാൾ വന്നില്ലേ, ഗവേഷകർക്കിടയിൽ ഒരു വിവേചനം, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവരുത്, വിവേചനരഹിതമായിരിക്കണം ഗവേഷകരുടെ സാമീപ്യം, ഗവേഷകരുള്ള ഇടങ്ങൾ എന്നതാണ് എൻ്റെ മനസ്സിലാക്കേണ്ടത്.